മോഹൻദാസ്, ചോലക്കൽ ഹൗസ്, PO കണ്ണിപറമ്പ്, മാവൂർ. വീട് മുഴാപ്പാലം. മാവൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് 21/3/24 എൻ്റെ പേഴ്സണൽ ആധാരം വെച്ച് 3.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. ആ ലോൺ 3 ഗഡുക്കളായി 22/4/24, 3/5/24, 22/4/25. 22/4/25 ആ ലോൺ ഫുള്ളായി ക്ലോസ് ചെയ്തിട്ടിപ്പോൾ 1 വർഷവും 17 മാസമായി ലോൺ ക്ലോസ് ചെയ്തിട്ട്. പക്ഷേ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും ആധാരം തിരികെ ലഭിക്കുന്നതിനുള്ള യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ബാങ്കുമായി നിരന്തരം ബന്ധപ്പെടുകയും പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെ കണ്ട് കാര്യം തിരക്കിയപ്പോൾ ഈ ആധാരം തരുന്നതിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് സെക്രട്ടറി പറയുകയും അത് എന്താണെന്ന് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയും അത് കിട്ടാത്തത് കൊണ്ട് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. വക്കീൽ നോട്ടീസ് അയച്ചിട്ടും സെക്രട്ടറി ഭാഗത്തുനിന്നോ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ബാങ്ക് പ്രസിഡന്റ് ആധാരം വാങ്ങണം എന്ന് പറയുകയും പക്ഷേ സെക്രട്ടറി ആധാരം തരില്ല എന്ന നിലപാടുമാണ് സ്വീകരിച്ചത്. അതാണ് ആ വിവരം പങ്കുവെക്കാനാണ് ഈ വാർത്താ സമ്മേളനം ഇവിടെ വിളിച്ചത്. 21/3/24 ലോൺ എടുത്തത്. ലോൺ അടച്ച് ക്ലോസ് ചെയ്തത് 22/4/25. സെക്രട്ടറി പറയുന്ന കാരണം കുഞ്ഞാറ്റ കാറ്ററിംഗ് എന്ന ഒരു സംരംഭം സങ്കേതത്തിൽ ഞാൻ തുടങ്ങി. അത് പ്രകാരം പല സൂപ്പർ മാർക്കറ്റിൽ നിന്നും, മാളിക സൂപ്പർ മാർക്കറ്റ്, CP സ്റ്റോറ്, ബിന്നൂസ് പൂവാട്ടുപറമ്പ്, അങ്ങനെ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനം വാങ്ങുന്നുണ്ട്. അതിൽ നമ്മളെ പരിചയ ആളുകൾ നൽകി ചെറുപ്പ സൂപ്പർ മാർക്കറ്റിൽ നിന്നും 15 ലക്ഷം രൂപയോളം ഇവിടെ സാധനം വാങ്ങി ഈ പീഡിയയിലേക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൊറോണ വരികയും ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായതുമായിട്ട് 36,000 രൂപ ആ ബാങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാറുണ്ട്. അത് ബാങ്കുമായിട്ടോ അല്ലെ ഒരു ബന്ധമില്ല. അവിടുത്തെ ജീവനക്കാർ, പ്രത്യേകിച്ച് വാർഡ് മെമ്പർ ഇപ്പോഴത്തെ ഉണ്ണിരാജേട്ടൻ ആണ് ആ ബന്ധപ്പെട്ട് സാധനം വാങ്ങിയതും പൈസ തരലും. നികേഷേട്ടൻ ഇപ്പോൾ ബാങ്കിൽ ഇപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നികേഷേട്ടനൊക്കെയാണ് അത് തന്നത്. അപ്പോൾ അത് പ്രസിഡന്റ് പറഞ്ഞ് 2,000 രൂപ വെച്ച് മാസം കൊടുത്താൽ മതിയെന്നും ബാക്കിയുള്ള ഈ ആധാരം ഇവിടുന്ന് വാങ്ങിക്കാനും പറഞ്ഞു. അങ്ങനെ പിന്നെ 36,000-ൽ 6,000 രൂപ കൂടി കൊടുത്ത്. അപ്പം ഇനി 28,000 രൂപയാണ് കൊടുക്കാനുള്ളത്. ഈ 28,000 രൂപ ഇരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ ആധാരം തിരിച്ചു തരാൻ നിൽക്കാനുള്ള കാരണം സഹകരണ നിയമത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ 28,000 രൂപ ബാക്കിയാക്കിയത്. ആ 28,000 രൂപ ഈ ലോണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതിന് നിയമപരമായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ പൈസ അടയ്ക്കണം ഇന്ന് വരെ. അപ്പോൾ ഇനി ഉദ്ദേശം എന്താ വെച്ചാൽ വക്കീൽ നോട്ടീസ് അയച്ചിട്ടും ഈ ആധാരം കിട്ടാതിരിക്കി കോഴിക്കോട് ജില്ലാ സഹകരണ രജിസ്ട്രാർ, ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നിവർക്ക് നിവേദനം കൊടുക്കാനും ആധാരം കിട്ടിയില്ലെങ്കിൽ തീരുമാനിക്കും. വക്കീൽ നോട്ടീസ് അയച്ച ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രസിഡന്റ് എനിക്കൊരു പണ്ടം പുതുക്കാണ്ടായി. ഞാനും ഭാര്യയും പാടെ പോയി പണ്ടം പുതുക്കി പ്രസിഡന്റായി സംസാരിച്ച് പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് പറയല്ലേന്ന് എന്നെ റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞ് 28,000 രൂപ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രസിഡന്റ് 2 കാര്യം അതിൽ പറഞ്ഞു. ഒന്ന്, ഞാൻ മുഴാപ്പാലം ബ്രാഞ്ചിൽപ്പെട്ട പാർട്ടീൻ്റെ അംഗമാണ്, ഒരു അനുഭാവിയാണ്. ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കരാപ്താക്കൾ അനൂപ് ബന്ധപ്പെട്ട്. അപ്പോൾ അനൂപ് പറഞ്ഞ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം ഇയാളടുത്ത് നടക്കൂല അനൂപ് പറഞ്ഞു. പിന്നെ ലോക്കൽ സെക്രട്ടറി കണ്ണൂർമ്പ് പുതുക്കിടി സുരേഷേണ്ണാണ്. സുരേഷേണ്ണായി ബന്ധപ്പെട്ട് സുരേഷേണ്ണും പറഞ്ഞ് അത് തൽക്കാലം നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ മാവൂര് ഒരുവിധം കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാത്തിലും ഇടപെടുന്ന ധർമ്മേട്ടനായിട്ട് ബന്ധം സംസാരിച്ച് ധർമ്മേട്ടൻ്റെ ഭാഗത്തുനിന്നും ഒരു വിവരം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷം പറഞ്ഞത്. എന്നിട്ടും സെക്രട്ടറി ഇതുവരെ ഈ ദിവസം വരെ അതിനെപ്പറ്റി ഒരു ഇതും നടത്തിയില്ല. അപ്പോൾ സെക്രട്ടറി അതാ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം എന്താ വെച്ചാൽ ആ പണിക്കാരിട്ടുന്ന് എനിക്ക് തന്നതാണ്. അല്ലെങ്കിൽ ആ പണിക്കാരോട് ബാങ്ക് ചിലപ്പോൾ ഈടാക്കിയേക്കും. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ ഇതാക്കില്ല. ഈ ആധാരം കിട്ടിയാൽ തന്നെ ഒന്നിച്ച് ഞാൻ ചിലപ്പോൾ ക്ലോസ് ചെയ്യും. പക്ഷേ ഈ നിലപാടും സെക്രട്ടറിൻ്റെ ഈ നിലപാടുകൊണ്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം തൊട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതും പറയല്ല, ഈ മാവോ സർവീസ് ബാങ്ക് ഇവിടെ എത്തിയത് എന്താ വെച്ചാൽ ഈ സെക്രട്ടറിക്കൊന്നും അറിയില്ല.
അവിടെ പോലീസിന്റെ അടുത്ത് ഒറ്റമുറിയിലുള്ള ഒരു സംരംഭം ഇത്. അന്തരിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാവുവിനുള്ള സഹായിയായിരുന്ന ബാലേട്ടൻ പടുത്തുയർത്തിയ ഒരു ഇതാണ് ഈ ബാങ്ക്. അപ്പൊ അത്ര വലിയ വലിയ ആളുകൾ ഇരുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു സാധാരണക്കാരന്റെ ഒരു വിഷയം വരുമ്പോൾ ബാങ്ക് നിലപാട് ശരിയല്ല എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ജില്ലാ സഹകരണ രജിസ്ട്രാള്, സഹകരണ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകാനാണ് അടുത്ത തീരുമാനം. വക്കീലിനോട് 15 ദിവസം. ഇങ്ങനെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സഹകരണ ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാന തട്ടിൽ നിന്ന് ഏറ്റവും സാധാരണക്കാർക്ക് എപ്പോഴും വാങ്ങിയിട്ട് പാർട്ടിയൊക്കെ പടുത്തുയർത്തുന്ന സ്ഥാപനമായി ബാങ്കൊക്കെ. ഇപ്പൊ അനവധി ബാങ്കിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഉദാഹരണം തന്നെ കരുവന്നൂർ ബാങ്ക്. ഇത്തരത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ നടത്തി ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് കരുവന്നൂരൊക്കെ ഉണ്ടായത്. അതേമാതിരി ഉള്ള ഒരു അവസ്ഥ ഈ മാവ് സർവീസ് ബാങ്കിന് ഉണ്ടാവരുതെന്ന് പറയാനുള്ളത്. ഞാൻ അതും സംശയിക്കുന്നുണ്ട്. നിന്റെ ആധാരം വെച്ച് വേറെ ലോൺ എന്ത് എടുത്തോ എന്നുള്ളത് അതും ഞാൻ സംശയിക്കുന്നുണ്ട്. സ്ഥാപനം പൂട്ടിപ്പോകാൻ കാരണം കൊറോണ വന്നതിന് ശേഷം അത് മെല്ലപ്പോക്കായി. പിന്നെ ഉദ്യോഗസ്ഥന്മാർ വന്ന് സാധനം ഉണ്ടാക്കുന്നതിനുള്ള പ്രശ്നം വന്ന് അപ്പോൾ 36,000 റുപ്യാണ് കൊടുക്കാണ്ടായിരുന്നു ബാങ്കിൽ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈഫ് ഒരു കയ്യും കാലും കുഴഞ്ഞു. കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജിലെ ന്യൂറോ പ്രൊഫസർ രാജീവ് ഒരു 1.5 വർഷത്തോളം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം റുപ്യക്ക് വീടിന് വേണ്ടി KDC ബാങ്കിൽ ലോൺ ഉണ്ടായി. ഇവിടെ ഇപ്പോൾ ആ ചികിത്സയ്ക്ക് 10 ലക്ഷം കൂടി അടിച്ചു. 15 ലക്ഷം റുപ്യ ഇപ്പോൾ KDC ബാങ്കിൽ ലോൺ ഉണ്ട്. അതിപ്പോൾ അടച്ചും കൊണ്ടിരിക്കുക. എന്നിട്ടും അത് പറഞ്ഞപ്പോൾ ഇന്നത്തെ പ്രസിഡന്റ് അല്ല, ഈ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ ഒരു 7-8 മാസമായില്ല ഈ മാഷ് വന്നിട്ട്. അതിന്റെ മുന്നേ ഉള്ള പ്രസിഡന്റ് പറഞ്ഞ് യശോദ ടീച്ചറെ മോനേന് ആ പ്രസിഡന്റും പറഞ്ഞു എന്ത് നിങ്ങൾ ഇങ്ങനെ അടച്ചാൽ മതി, 2000 വെച്ച് അടച്ചാൽ മതിയാണ്. അതും ഈ സെക്രട്ടറി അന്നും കേട്ടില്ല. സെക്രട്ടറിയാണ്. സെക്രട്ടറിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ മുകളാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ ആധാരം തരാത്തത്. ഭരണസമിതി പ്രസിഡന്റൊക്കെ സംസാരിച്ചപ്പോൾ ആധാരം തരാൻ തയ്യാറാണ്. ഇപ്പോഴും ഒരു പറയുന്നത് എന്താ വെച്ചാൽ 28,000 രൂപ കൊടുക്കാനുള്ളത് മാസം 2,000 വെച്ച് അടച്ചാൽ മതി എന്ന് പറയും.